കേളശ്ശേരി പഞ്ചായത്ത് തടുക്കശ്ശേരിയിൽ അനധികൃതമായി നടക്കുന്ന പാറ പൊട്ടിക്കൽ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നതായി നാട്ടുകാർ. ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വെണ്ണടി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പാറ പൊട്ടിക്കലിനെ തുടർന്ന് 20-ൽ പരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും കുട്ടികൾ മുതൽ 20 വർഷമായി തളർന്നു കിടക്കുന്ന രോഗി ഉൾപ്പെടെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ്. നിലവിൽ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് അനധികൃതമായാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. 8 മീറ്റർ വഴി വേണമെന്നുള്ളതുതന്നെ അട്ടിമറിക്കപ്പെട്ടു. നിലവിലുള്ളത് 4.7 മീറ്ററും 3.4 മീറ്ററുമാണ്. 60 മീറ്ററിനുള്ളിൽ വരെ അകലം വേണമെന്നുള്ള മാനദണ്ഡവും പാലിക്കുന്നില്ല. ഒരു വീട്ടിൽ തന്നെ 40-ലധികം പൊട്ടലുകളുണ്ട്. ഏതു സമയവും വീടുകൾ താഴെ വീണു പോകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. പഞ്ചായത്ത് അധികൃതരോട് ഈ അവസ്ഥയിൽ നിന്നും സ്റ്റേ ഓർഡർ കൊടുത്ത് തങ്ങളുടെ വീട് പരിശോധിച്ച് നടപടികളെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കണ്ട ഭാവം നടിക്കുന്നില്ല. നിയമങ്ങൾ ലംഘിച്ച് നടത്തുന്ന ക്വാറിയുടെ പ്രവർത്തനം തുടരാൻ അനുവദിക്കരുതെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നവരുടെ ഒപ്പം നിൽക്കുമെന്നും കോൺഗ്രസ് ഇതിനായി രംഗത്ത് വന്നിട്ടുണ്ടെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നിങ്ങൾ എന്തിനു പോയാലും ഞങ്ങൾ പൊട്ടിക്കും. അവിടെയുള്ള ജനങ്ങളുടെ വെല്ലുവിളിയാണ് ഇത്. പല പ്രാവശ്യമായി പല ഘട്ടങ്ങളിലായി അവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഭീഷണി പോരാത്തത്, അതായത് ആക്ഷൻ കൗൺസിലെ മെമ്പർമാരെ അടക്കം റോഡ് ബ്ലോക്ക് ചെയ്ത് ഭീഷണിപ്പെടുത്തുക. ഇത് പ്രകാരം നമ്മൾ കൊറങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട SP പരാതി കൊടുത്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരാതികൾ ഇത് മാത്രം പോരാ, മുഖ്യമന്ത്രിക്ക് വരെ നമുക്ക് പരാതികളുടെ പ്രഭാവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികളൊക്കെ മുഖ്യമന്ത്രി തഹസിൽദാറിനെയും അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് സർവരെ എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാധാരണ നമ്മുടെ 30-20 ഒരു വീടുകൾ വിട്ട് കീറിയാൽ അല്ലെങ്കിൽ പൊട്ടിയാൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പറ്റും. അതും ഉണ്ടായിട്ടില്ല. 300-350 വരുന്ന മീറ്റർ വരുന്ന വീടുകളിലേക്ക് വിള്ളൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പല വീടുകളിലെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ജനൽ പാളികൾ അടർന്നു വീണ്, ഇതിപ്പോ നമ്മുടെ ഇരിക്കുന്ന ശിവേട്ടന്റെ ജനൽ പാളികൾ അടർന്നു വീണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അടർന്നു വീണിട്ട് അവരിപ്പോ ഓടി രക്ഷപ്പെടുകയാണ്. കാരണം പാറ പൊട്ടിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാകുന്ന സൗണ്ടുകൾ പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ സാജൻ മാത്യു, ജോജൻ മാളിയേക്കൽ, ശിവൻ പച്ചിലക്കുഴി, ജോണി എത്തലി എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.